ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അദ്വാനിയുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. ഈ വർഷം ആദ്യവും അദ്വാനിയെ ഏതാനും ദിവസം അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ബി.ജെ.പിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ.കെ. അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിൽ 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തത്. അദ്വാനിയുടെ ആരോഗ്യനില നിലവിൽ ആശ്വാസകരമെന്നാണ് ഡോക്ടർമാർ പ്രതികരിക്കുന്നത്. ന്യൂറോളജി വിഭാഗം സീനിയർ സർജൻ ഡോക്ടർ വിനീത് സൂരിയുടെ നേതൃത്വത്തിലാണ് അദ്വാനിയുടെ ചികിത്സ പുരോഗമിക്കുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഈ വർഷം ആദ്യവും അദ്വാനിയെ അപ്പോളോയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 96 വയസ്സുകാരനായ അദ്വാനി രാജ്യത്തിന്റെ 7ാമത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അദ്വാനിക്ക് ഭാരതരത്നം സമ്മാനിച്ചിരുന്നു. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്വാനിയുടെ വീട്ടിലെത്തിയാണ് ഭാരതരത്നം സമ്മാനിച്ചത്. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു അദ്വാനി. ആഭ്യന്തര വകുപ്പടക്കം നിരവധി മന്ത്രാലയങ്ങളുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1970 മുതൽ 2019 വരെയുള്ള കാലയളവിൽ പാർലമെന്റ് അംഗമായിരുന്നു എൽ.കെ. അദ്വാനി. ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയും കൂടിയാണ് അദ്വാനി. 2009 പൊതുതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.